നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ വെറും തറയിലാണോ യോഗ ചെയ്യുന്നത്? അതായത് യോഗ മാറ്റ് യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഈ യോഗ മാറ്റ് യൂസ് ചെയ്യാതെയാണ് നിങ്ങൾ യോഗ ചെയ്യുന്നതെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യോഗ മാറ്റ് യൂസ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ വിശിഷ്ട ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ധ്യാനത്തിനിരിക്കുന്ന സ്ഥലം ദർഭപ്പുല്ല് മൂടി അതിന്റെ പുറത്ത് മാൻ തോലിലാണ് ശരീരശുദ്ധി വരുത്തി ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രാണോർജം അത് ഭൂമിയിൽ ചേർന്ന് എർത്ത് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ശാസ്ത്രീയ വശമാണ്. ഇത് മാത്രമാണ് യോഗ മാറ്റ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നമുക്ക് സ്ലിപ്പിംഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ യോഗ ചെയ്യുമ്പോൾ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാലൊക്കെ വൈഡായിട്ട് വെച്ച് ഉള്ള മൂവ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് വീഴാം. അപ്പൊ ഇതൊക്കെ യോഗ മാറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന് ഗ്രിപ്പ് കിട്ടുന്നു, ആന്റി സ്ലിപ്പ് സ്റ്റെബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതിനൊരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്നു. അതായത് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ഈ എൽബോ സൈഡൊക്കെ പ്രസ് ചെയ്ത് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നീ പോർഷൻ എൽബോസിനൊക്കെ ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്നു യോഗ മാറ്റ് ചെയ്യുമ്പോൾ. അല്ല വെറും തറയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പെയിൻ അനുഭവപ്പെടാം. അപ്പോൾ ഒരു കുഷനിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെർമൽ ഇൻസുലേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് യോഗ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ മാറ്റ് യൂസ് ചെയ്യുന്നില്ല, വെറും തറയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കാം. അപ്പൊ ഈ ടെമ്പറേച്ചർ നമ്മുടെ ഊർജ്ജം ശക്തി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യോഗ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശുചിത്വത്തോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലീനിങ് ആൻഡ് ഹൈജീൻ. നമ്മൾ ഉപയോഗിക്കുന്ന യോഗ മാറ്റ് എപ്പോഴും നമ്മൾ ശുചിത്വത്തോടുകൂടി സൂക്ഷിക്കുന്നതുകൊണ്ട് അതിന്റെ പുറത്ത് നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ തറയിൽ ചെയ്യുമ്പോൾ ആ തറയേക്കാൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മാറ്റിന് ഹൈജീൻ കൂടുതലായിരിക്കും, ശുചിത്വം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആറാമത്തെ കാര്യം എന്തെന്നാൽ നമുക്ക് ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മെന്റൽ ബൗണ്ടറി ആൻഡ് ഫോക്കസ്. അതായത് നമ്മളൊരു യോഗ മാറ്റ് വിടർത്തി ചെയ്യാനായിട്ട് പോകുമ്പോൾ ശരിക്കും ആ സ്പേസ്, ആ യോഗ മാറ്റിന്റെ സ്പേസ് നമുക്കുള്ളതാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു യോഗ മാറ്റ് വേണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ യോഗ ചെയ്യാൻ നേരത്ത് യോഗ മാറ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾ യോഗ ചെയ്യാറുണ്ടോ? ചെയ്തെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, യോഗ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോയിൽ ഇതുപോലെയുള്ള ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്തേ.